നമസ്കാരം. 2024 സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോഴിതാ ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫിലിം ഫെയർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 69ാമത് ഫിലിം ഫെയർ അവാർഡിൽ സൗത്ത് പോളിൽ നിന്നും ഏറ്റവും മികച്ച നടനുള്ള മലയാളത്തിലെ മികച്ച നടനായി മമ്മൂക്ക തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. LJP സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനമാണ് മമ്മൂക്കയെ മികച്ച നടനായി പരിഗണിച്ചത്. ഫിലിം ഫെയർ അവാർഡിൽ മമ്മൂക്ക അവാർഡ് ഏറ്റുവാങ്ങിയത് തമിഴ് സൂപ്പർ താരം മലയാളികളുടെ സ്വന്തം വിക്രമിലൂടെയാണ്. ഈ ഒരു ഫിലിം ഫെയർ അവാർഡ് മമ്മൂക്ക ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്നതും നമ്മൾ കണ്ടിരുന്നു. അവാർഡുകൾ നേടുക ഒരു നടനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഫിലിം ഫെയർ അവാർഡ് 15ാം തവണയാണ് ഞാൻ സ്വന്തമാക്കുന്നത്. എന്നാൽ ഈ ഒരു നിമിഷം വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു അവാർഡ് ഞാൻ മേടിക്കുന്നത്. അതിന് കാരണം എന്റെ നാട്ടിൽ വളരെ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളത് നേരിട്ടും ടിവിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഈ ഒരു വേദിയിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കഴിയാവുന്നതുപോലെ അവരെ സഹായിക്കുക. അതോടൊപ്പം നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെയാണ് എനിക്ക് ഈ അവാർഡ് വീണ്ടും നേടാൻ സാധിച്ചത്. സംവിധാനം ചെയ്ത LJPക്കും ചിത്രത്തിലെ ടെക്നീഷ്യന്മാർക്കും നന്ദി അറിയിച്ച് മമ്മൂക്ക അവസാനിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ഫിലിം ഫെയർ അവാർഡുകൾ നേടിയൊരു നടനാണ് മമ്മൂക്ക. 15 തവണയാണ് അദ്ദേഹം ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ജോജു ജോർജ് ഇരട്ടയിലെ പ്രകടനത്തിലൂടെയും തങ്കം എന്ന സിനിമയിൽ ബിജു മേനോന്റെ പ്രകടനത്തിലൂടെയും ടൊവിനോ തോമസ് 2018 എന്ന സിനിമയിലൂടെയും പ്രശാന്ത് അലക്സാണ്ടർ പുരുഷപ്രേതം എന്ന സിനിമയിലൂടെയും മമ്മൂക്കയുടെ 2 ചിത്രങ്ങളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നത്, കാതൽ ദി കോറും നൻപകൽ നേരത്ത് മയക്കവും. അപ്പോൾ 2024 ഫിലിം ഫെയർ അവാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.